ഹലോ ഫ്രണ്ട്സ്, ഫുഡ് കഴിഞ്ഞാൽ പിന്നെ എനിക്കും കുടുംബത്തിനും ഏറെ ഫേവറേറ്റ് യാത്രകളാണ്. അർച്ചന പ്രഗ്നൻ്റ് ആയ മുതൽ ഞങ്ങൾ യാത്രകൾ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഞങ്ങൾ ആ ബക്കറ്റ് ലിസ്റ്റ് തപ്പിയെടുത്ത് വീണ്ടും അതിലെ യാത്രകൾ തുടങ്ങുകയാണ്. സാധാരണ ഞങ്ങൾ കാറാണ് യാത്ര ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത്. ബട്ട് ഇന്ന് വന്ദേ ഭാരതാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം നാഷണൽ ഹൈവേ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥ. 2, വന്ദേ ഭാരത് നൽകുന്ന ഫെസിലിറ്റീസ്, ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ്സ്, ഒരു ലോങ് ഡിസ്റ്റൻ്റ് ആയ പോലും ഷോർട്ട് ടൈമിൽ കവർ ചെയ്യാം എന്നുള്ളൊരു പ്രത്യേകത. കേരളത്തിൽ ഉള്ളിൽ യാത്രകൾ ചെയ്യുന്നവർക്ക് വന്ദേ ഭാരത് ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ഇന്ത്യൻ റെയിൽവേ നമ്മൾ മലയാളികൾക്ക് തന്ന ഒരു ഗിഫ്റ്റ് കൂടിയാണ് വന്ദേ ഭാരത്. പിന്നെ എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളതും അതിനൊരു സജഷനായിട്ട് പറയാനുള്ളതും, കുഞ്ഞു മക്കളുമായി വരുന്ന അമ്മമാർക്ക് ഒരു ഫീഡിംഗ് റൂം അലോക്കേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് അവർക്ക് നല്ല പ്രൈവസിയും അതുപോലെ തന്നെ കോൺഫിഡൻറ്റും നൽകുന്ന ഒന്ന് തന്നെയായിരിക്കും. യാത്ര തുടങ്ങി ഏകദേശം 30 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങളുടെ സീറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് വളരെ നന്നായിരുന്നു. ഒപ്പം കാറ്ററിംഗ് സ്റ്റാഫ്സിൻ്റെ ബിഹേവിയർ എടുത്തു പറയേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ന്യൂസ് പേപ്പറും ഒരു ലിറ്റർ വാട്ടർ ബോട്ടിലും നമ്മൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുമെങ്കിലും ഫുഡ് പേയബിളാണ്. അത് നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് ടൈമിൽ തന്നെ ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനുമാണ്. ട്രെയിൻ യാത്രയിലുടനീളം ഫാമിലി വളരെ കംഫർട്ടബിൾ ആയിരുന്നു, അച്ചൂട്ടൻ വിശക്കുമ്പോൾ ഒഴികെ. ട്രെയിനിൽ ഉറങ്ങുകയായിരുന്ന ആൾക്കാരെ ഉണർത്തുവാൻ അച്ചൂട്ടൻ അവനാവുന്ന രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? തെയ്യത്തിൻ്റെയും മുത്തപ്പൻ്റെയും നാടായ കണ്ണൂർക്കാണ് ഞങ്ങൾ ഈ 3 ദിവസം ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്താറായപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒതേൻസ് ഹോട്ടലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒതേൻസ് ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ഫുഡിൻ്റെ ഒരു കലവറയാണ്. വളരെ പാരമ്പര്യമുള്ള ഒരു ഹോട്ടൽ കൂടിയാണ് ഒതേൻസ് ഹോട്ടൽ. പിന്നെ നല്ല തിക്കും തിരക്കുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും. പക്ഷേ അച്ചൂട്ടൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ആ ഹോട്ടലുകാർ ഒരു പ്രിഫറൻസ് തന്നു. പെട്ടെന്ന് തന്നെ സീറ്റ് അവർ നമുക്ക് തന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടി. പിന്നെ ഞങ്ങൾ നെയ്മീൻ, സ്ക്വിഡ് പോലുള്ള ഐറ്റംസാണ് എടുത്തത്. വളരെ ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെന്താ പറയുക, നമുക്ക് ഫുഡും കഴിച്ച് വയറും നിറഞ്ഞു, അതോടൊപ്പം തന്നെ മനസ്സും നിറഞ്ഞു. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് അടുത്ത യാത്രകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.